الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون صدق الله العلي العظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. കഴിഞ്ഞ ഖുതുബയിൽ കടുത്ത അനീതിയും അവകാശ ലംഘനങ്ങളും ധർമ്മച്യുതിയും നടമാടിക്കൊണ്ടിരിക്കുന്ന പുതിയ പശ്ചാത്തലത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധർമ്മത്തിന് മേൽക്കൈയുള്ള ഒരു ക്രമം ഇഖാമത്തുദ്ദീൻ, ദീനിന്റെ സംസ്ഥാപനം മദീനയിൽ സാധ്യമാക്കിയതിൻ്റെ കർമ്മമാർഗത്തെക്കുറിച്ചായിരുന്നു ചർച്ച. അതിൻ്റെ ആദ്യ പാദം അല്ലെങ്കിൽ ഒന്നാം ഘട്ടം തൻ്റെ കർമ്മങ്ങൾക്ക് ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ ആദർശ ബോധവൽക്കരണമായിരുന്നു എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നാം കേട്ടു. അത്തരമൊരു വിശ്വാസക്രമത്തിൽ സാഹചര്യം എത്ര തന്നെ തിന്മയിലേക്ക് മാടി പിടിച്ചാലും സാഹചര്യത്തിൻ്റെ അനുകൂലാവസ്ഥയെ ഉപയോഗപ്പെടുത്തി കാര്യം നേടുക എന്നിടത്ത് മനുഷ്യൻ എത്തില്ല. തിന്മ ചെയ്യാൻ സാഹചര്യം അനുകൂലമായിരുന്നാലും തിന്മയിൽ നിന്ന് ഓടി മാറുന്ന വിശുദ്ധർ അത്തരമൊരു ക്രമത്തിൽ ഉണ്ടായി വരും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിധം ഒരാളെ പരിചയപ്പെടുത്തി, വറജുലുൻ ഒരാൾ, ഒത്ത ഒരു പുരുഷൻ, ദഅവതുഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വ ജമാലിൻ, കുലീനതയുള്ള സുന്ദരിയായ ഒരു സ്ത്രീ അനാശാസ്യത്തിന് അവനെ വിളിച്ചു. സാഹചര്യം അവൻ അനുകൂലമായിരുന്നു. ഖാല, അവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ തമ്പുരാനെ ഭയപ്പെടുന്നു എന്ന്. എന്നിട്ടവൻ ഓടി മറഞ്ഞു കളഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്
പരലോക വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആദർശ ശുദ്ധീകരണം കൊണ്ടാണ്. ഇതിൽ അധിഷ്ഠിതമായ ബോധവൽക്കരണമായിരുന്നു ഇഖാമത്ത് ദീനിന്റെ മാർഗത്തിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത് കർമ്മം. അതായിരുന്നു കർമ്മമാർഗം. അത്തരത്തിൽ വിശ്വാസമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ് കടുത്ത അനീതിയും അരാജകത്വവും ലൈംഗിക അരാജകത്വവും തിമർത്താടിയിരുന്ന ജാഹിലിയ്യത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെതായ വക്താക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയെടുത്തത്. ഇത് കഴിഞ്ഞ ഖുതുബയിൽ നാം ശ്രമിച്ച വിഷയത്തിന്റെ ഏകദേശ രൂപമാണ്. ആ മാർഗത്തിൽ ഹബീബിന്റെ രണ്ടാമത് കർമ്മമാർഗമാണ് ഇന്നത്തെ ഖുതുബയുടെ പ്രതിപാദനം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നതായിരുന്നു. തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വിശാലമായി നിലകൊള്ളുന്ന ഒരു മേഖലയിൽ നല്ലവനായി നാം വിചാരിക്കുന്നവനും തമ്മാടിയായിട്ട് മാറും. അങ്ങനെ സംഭവിക്കാതിരിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിന്മയിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി. ഇസ്ലാമിന്റെ ഒരു ക്രമം അങ്ങനെയാണ്. തെറ്റ് ചെയ്യാൻ സാഹചര്യം അനുകൂലമാണ് എങ്കിൽ തെറ്റ് ചെയ്യുന്ന കക്ഷി അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നയം. ശിക്ഷിക്കപ്പെടേണ്ടത് സാഹചര്യം ഒരുക്കുന്ന ആളുകളാണ്. ഭരണാധികാരിയാണെങ്കിൽ ഭരണാധികാരി, മീഡിയയാണെങ്കിൽ മീഡിയ, മാതാപിതാക്കളാണെങ്കിൽ മാതാപിതാക്കൾ, സമൂഹമാണെങ്കിൽ സമൂഹം. ഇത് ഇസ്ലാമിന്റെ ഉറച്ച നിലപാട്. ശിക്ഷ കൊണ്ട് മാത്രം ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്ന് ഇസ്ലാമിലെ പണ്ഡിതന്മാർ ഊന്നാനുള്ള മർമ്മകാര്യവും ഇതാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ മദീന കേന്ദ്രമായ ഇസ്ലാമിക രാജ്യത്ത് കടുത്ത ക്ഷാമം ഉണ്ടായി. ആമുർ റമാദ എന്ന ഈ ക്ഷാമകാലത്തെ പരിചയപ്പെടുത്തുന്നു. ഹിജ്റ 18-ാം വർഷത്തിൽ അത്തരം ഒരു കാലയളവിൽ മോഷണത്തിന് ഒരാൾ പിടിക്കപ്പെട്ട് ഉമറിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. മോഷണത്തിന് തെളിഞ്ഞാൽ കൈവെട്ട് ശിക്ഷയുള്ള ക്രമമാണ് ഇസ്ലാമിക രാഷ്ട്രം. ആ ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരുന്ന രാഷ്ട്രമാണ് മദീന. അവിടുത്തെ സുപ്രീം കോർട്ടിലെ ജഡ്ജി കൂടിയാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല. പ്രതിയും വാദിയും ഹാജരായി സാക്ഷി വിസ്താരവും ക്രോസ് വിസ്താരവും നടന്നപ്പോൾ ഉമറിന് ബോധ്യമായി ഇവൻ മോഷ്ടിച്ചതും അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാണ്. നാട്ടിൽ ദാരിദ്ര്യം പിടിപെട്ടപ്പോൾ പക്കത്തെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായിരിക്കെ തന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുന്നതിൽ വേവലാതി കൊണ്ട് ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി മോഷ്ടിച്ചവനാണിവൻ. അതുകൊണ്ട് ഉമറുൽ ഫാറൂഖ് ആ മോഷ്ടാവിനെ ശിക്ഷിച്ചില്ല. എന്നല്ല, ഈ പട്ടിണിക്കാലം മാറും വരേക്ക് മോഷണത്തിനുള്ള ശിക്ഷ പിൻവലിച്ചു ഇസ്ലാം. ശിക്ഷ പിൻവലിക്കുക ഒരു രാജ്യത്തെ നീതിന്യായ നിർവഹണത്തിന്റെ ഭാഗമായി കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ശിക്ഷ കോടതിയിൽ തെളിയുകയും ജഡ്ജി ശിക്ഷ വിധിക്കേണ്ടി വരികയും ആരാച്ചാർ നടപ്പാക്കേണ്ടി വരുന്ന പശ്ചാത്തലത്തിൽ പോലും സാഹചര്യം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും വിധമാണെങ്കിൽ ശിക്ഷ പിൻവലിക്കുക എന്നത് ഇസ്ലാമിന്റെ ക്രമമാണ്. ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. സാഹചര്യമാണ് പ്രശ്നം. ഒരാളും അക്രമിയായി ജനിക്കില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ആരും പാപിയായിട്ടല്ല ഭൂമിയിൽ ജനിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും പാപം ഏറ്റുവാങ്ങാൻ ആരും ക്രൂശിതനാവേണ്ടതില്ല. ഇനി ഒരാൾ പാപം ചെയ്താൽ ആ പാപം മറ്റൊരാൾ വഹിക്കുന്ന പ്രശ്നവുമില്ല. വിശുദ്ധ ഖുർആൻ എല്ലാ മനുഷ്യരും ശുദ്ധ പ്രകൃതിയിലാണ് ഭൂമിയിൽ ജനിക്കുന്നത്. പിന്നെ അവന്റെ മാതാപിതാക്കൾ അഥവാ അവന്റെ സാഹചര്യം, അവന്റെ സമൂഹം, അവന്റെ കുടുംബം, അവരാണ് അവനെ യഹൂദനാക്കുന്നത്, ക്രൈസ്തവനാക്കുന്നത്, അഗ്നിയാരാധകനാക്കുന്നത്. അവൻ ജനിക്കുന്നത് സെലസ്റ്റിയൽ ലൈറ്റ്, ഒരു ദൈവികമായ പ്രകാശവുമായിട്ടാണ്. എല്ലാ മനുഷ്യരും വിശുദ്ധരായിട്ട് ജനിക്കുന്നു എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അപ്പോൾ സാഹചര്യമാണ് ഒന്നാം പ്രതി. അതിൽ മാതാപിതാക്കളുണ്ട്, അതിൽ ഗുരുനാഥന്മാരുണ്ട്, അതിൽ ഇടവകകളും മഹല്ലുകളുമുണ്ട്,
സമുദായമുണ്ട്, സമൂഹമുണ്ട്, രാഷ്ട്രമുണ്ട്, സാമൂഹ്യമായ സംവിധാനത്തിനകത്തെ എല്ലാ ചെറുതും വലുതുമായ ഘടകങ്ങളുണ്ട്. അവനാണ് പ്രതി എന്ന് കൃത്യമായി നിർണയിച്ച മതമാണ് ഇസ്ലാം. ഈ ചിന്തയോടുകൂടി വേണം പുറത്തു കേൾക്കുന്ന ബഹളങ്ങളിൽ നാം ഇടപെടാൻ. അതാണ് ഇസ്ലാം വരച്ചു കാണിക്കുന്ന ചിന്താ മാർഗം, ചിന്തയുടെ കർമ്മമാർഗം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രേരകങ്ങളെ ഇല്ലാതാക്കി. പ്രേരകങ്ങളെ ഇല്ലാതാക്കുക എന്നതിന് അറബി ഭാഷയിൽ ഒരു സാങ്കേതിക പ്രയോഗമുണ്ട്. സദ്ദുദ്ദരിയ എന്നാണ് പറയുക. സദ്ദുദ്ദറായ, പ്രേരകങ്ങളെ തടയുക. ഒരു തിന്മയിലേക്ക് പോയി പോകാൻ സാധ്യതയുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇല്ലാതാവണം, അതെല്ലാം ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ മനുഷ്യൻ പൈശാചികതയിലേക്ക് പോയി പോകാതിരിക്കൂ. അപ്പോഴേ സാമൂഹ്യ ക്രമത്തിൽ ധർമ്മം പുലരൂ. അങ്ങനെ ധർമ്മം പുലരാൻ അവസ്ഥയുണ്ടാക്കിയവർക്ക് ശിക്ഷയെ കുറിച്ച് പറയാൻ അർഹതയുള്ളൂ. അല്ലാത്തവർ ശിക്ഷയെ കുറിച്ച് മിണ്ടരുത്, അവർക്കതിന് യോഗ്യതയില്ല എന്ന് കൃത്യമായിട്ട് ഇസ്ലാം പറയും. ഈ പ്രയോഗത്തെ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഖുർആനിലെ ഒരു സൂക്തം സൂറ അൽ ഇസ്രായിലെ 32-ാമത് ആയത്ത്, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത്. അടുക്കരുത് എന്നാണ് ക്രമം. ഖുർആന്റെ രീതി അങ്ങനെയാണ്, വ്യഭിചരിക്കരുത് എന്നല്ല. വലാ തസിനു എന്നല്ല ഇവിടെ പറഞ്ഞത്, വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന, മനുഷ്യനെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന, അത് വ്യഭിചാരം, ബലാത്കാരം, റൈപ്പ്, അതിനപ്പുറത്ത് എന്തോ അങ്ങനെ ക്രമം വിട്ട് പ്രകൃതി വിരുദ്ധ ലൈംഗികത വരെ ഇങ്ങനെ തുടങ്ങി വൃത്തികെട്ട കാമേച്ഛ മേൽക്കൈ നേടുന്ന ക്രമം, അത്തരം ഒരു ക്രമത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന എല്ലാം ഇല്ലാതാവണം. വലാ തഖറബുസ്സിന, അതുകൊണ്ട് ആ തെറ്റിനോട് അടുക്കരുത് എന്ന് പറയുമ്പോൾ ആ തെറ്റ് ചെയ്യരുത് എന്നതിനപ്പുറത്ത് ആ തെറ്റിനോട് അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ പ്രവേശിക്കരുത് എന്നാണ്. ഹബീബ് അതിനെ വിശദീകരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണിന് വ്യഭിചാരമുണ്ട്, കാതിന് വ്യഭിചാരമുണ്ട്, മനസ്സിന് വ്യഭിചാരമുണ്ട്, അവയവങ്ങൾക്ക് വ്യഭിചാരമുണ്ട്. അന്യസ്ത്രീയെ നോക്കൽ, അന്യസ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കൽ, സ്ത്രീ നഗ്നത കാണൽ, അന്യസ്ത്രീയുമായി സംസാരിക്കൽ, അവരുമായി തനിച്ചാവൽ, അങ്ങനെ അവയവങ്ങൾ കൊണ്ട് തൊടലും പിടിക്കലും ഉൾപ്പെടെ ഇത്തരത്തിലെല്ലാം ഹറാം. അഥവാ വ്യഭിചാരത്തിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഈ മാർഗങ്ങളെല്ലാം ഹറാം. ഒരു തിന്മയിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്തെല്ലാം പ്രേരകങ്ങളുണ്ടോ ആ പ്രേരകങ്ങളുടെ വഴികളെല്ലാം ഹറാം. ആ തിന്മ മാത്രമല്ല ഹറാം. അതുകൊണ്ട് തിന്മയിലേക്ക്, ആ തെറ്റിലേക്ക്, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. ആ വഴിയിലേക്ക് നിങ്ങളെ നയിക്കുന്നതെല്ലാം മ്ലേച്ഛമാണ്, എല്ലാം മ്ലേച്ഛമായ രീതികളാണ്, വളരെ മോശമായ വഴികളാണ്. അതുകൊണ്ട് വ്യഭിചരിക്കരുത് എന്നതിന് പകരം വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന ഈ പ്രയോഗം ആ തിന്മയിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന പ്രേരകങ്ങളെ തടയുക എന്ന ഇസ്ലാമിന്റെ കൃത്യമായ ഉദ്ദേശത്തെ വിശദീകരിക്കുന്നു എന്ന് മഹാരഥന്മാരെ മുഫസ്സിറുകൾ. ഹബീബ് ഇങ്ങനെ പറഞ്ഞു, ഇത്തഖൂ മവാഖിഅ ശുബ്ഹാത്ത്, തിന്മയിലേക്ക് നിങ്ങളെ നയിക്കുന്ന, ഹറാമിലേക്ക് നയിക്കുന്ന സംശയകരമായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നിങ്ങൾ പേടിക്കണം. ഇത്തഖൂ, നിങ്ങൾ തഖ്വ കൈക്കൊള്ളണം. അതാണ് തഖ്വ. ആരാധനാദി കാര്യങ്ങളെ തഖ്വയായി കണ്ട ഒരു സമുദായത്തിന് ഹബീബിന്റെ തഖ്വ മനസ്സിലാവില്ല. ആരാധനാദി കാര്യങ്ങൾ മാത്രം തഖ്വയായി കാണുന്ന ഒരാൾ വ്യഭിചാരം കഴിഞ്ഞാൽ ഉംറക്ക് പോയേക്കും. അതാണ് കാലഘട്ടത്തിന്റെ ദുരന്തമുഖം. വൈരുദ്ധ്യമാണ് ഈ സമുദായത്തിന് നമ്മൾ കാണുന്നത്. ഹബീബിന്റെ തഖ്വ അതായിരുന്നില്ല. ഹബീബ് പഠിപ്പിച്ച തഖ്വ ഹറാമിലേക്ക് നിങ്ങളെ നയിക്കുന്ന എന്തെല്ലാം സാധ്യതകളുണ്ടോ സംശയാസ്പദമായിട്ട് പോലും അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഈ തഖ്വ നിങ്ങൾ സൂക്ഷിക്കണം, തഖ്വ കൈക്കൊള്ളണം. മവാഖിഅ ശുബ്ഹാത്ത്, ഈ തെറ്റിലേക്ക് പോയി പോകാൻ സാധ്യതയുള്ള തെളിഞ്ഞ ഹലാലായി ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത അത്തരം ശുബ്ഹാത്തുകളെ, സംശയാസ്പദമായ കാര്യങ്ങളെ, ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. അതിൽ വീഴാതെ, അതിൽ ചെന്നുപെടാതെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന്. പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംശയാസ്പദമായ കാര്യങ്ങളെ ഒഴിവാക്കും. ഹറാമാണോ ഹലാലാണോ? ഹലാലാണെന്ന് തോന്നുമെങ്കിലും ഇതിലങ്ങ് തുടർന്നാൽ ഹറാമിലെത്തുമോ? അങ്ങനെ നിനക്ക് സംശയം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. സംശയാസ്പദമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുക. സംശയമില്ലാത്ത തെളിഞ്ഞ കാര്യങ്ങൾ കിടക്കല്ലേ, അതെടുത്താൽ മതി. നീ അതിലൂടെ നീ സഞ്ചരിക്ക്, അതിലൂടെ ചിന്തിക്ക്, അതിലൂടെ വളര്, അതിലൂടെ പ്രയാണം ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാഴ്ച ഒരു പ്രശ്നമാണ്, നോട്ടം ഒരു പ്രശ്നമാണ്. നോട്ടം ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീകളെ നോക്കൽ, നഗ്ന ശരീരം കാണൽ, പരസ്യ പലക നോക്കി നിൽക്കൽ, അങ്ങനെ വന്നാൽ ഒരു ഘട്ടത്തിൽ ടിവിയിലെ എല്ലാ പരിപാടികളും കാണുന്നത് വരെ വല്ലാതെ പേടിക്കേണ്ട ഒരു സമുദായമായിട്ട് മുസ്ലിം സമുദായം മാറും. ധാർമ്മികതയെ അംഗീകരിക്കുന്നവരൊക്കെ അങ്ങനെ തന്നെ പറയുന്നവരാ. അതിൽ ആത്മീയ ക്രമത്തിന്റെ മർമ്മം അറിഞ്ഞ ഒരു വിശ്വാസികളും ഒഴിവല്ല. അതുകൊണ്ട് ഹൈന്ദവ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേ സ്വരം നിങ്ങൾക്ക് അവിടെ കേൾക്കാം, അവർ ആത്മീയതയെ മുറുകെ പിടിക്കുന്നവരാണെങ്കിൽ. ക്രൈസ്തവ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതേ സ്വരം അപ്പുറത്തും കേൾക്കാം, അവരും ധർമ്മം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായതുകൊണ്ട്. എങ്കിൽ ആ മാർഗത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ചരിത്രപരമായ മാതൃകയുമുള്ള ഒരേ ഒരു സമുദായ മുസ്ലിമീങ്ങളാണെങ്കിൽ നമുക്കിതിൽ മുമ്പന്മാരാവാൻ കഴിയണം. ഹബീബ് പറഞ്ഞു, അന്നദുർ സഹ്മുൻ, നോട്ടം ഒരു അസ്ത്രമാണ്. അന്നദുർ സഹ്മുൻ, നോട്ടം ഒരു അസ്ത്രമാണ്, പിശാചിന്റെ വിഷലിപ്തമായ അസ്ത്രം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസ്, ഇന്നന്നദറ സഹ്മുൻ, നോട്ടം ഒരു അസ്ത്രമാണ്, മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ അസ്ത്രങ്ങളിൽപ്പെട്ട പൈശാചിക വൃത്തിയിലെ മർമ്മമാണ് നോട്ടം എന്നാണ് പറഞ്ഞർത്ഥം. ഇബ്ലീസിന്റെ അസ്ത്രങ്ങളിലെ ഒരു അസ്ത്രമാണ് നോട്ടം. മിൻ സിഹാമി ഇബ്ലീസി മസ്മൂമൻ, വിഷലിപ്തമായ ഇബ്ലീസിന്റെ അസ്ത്രം. ഇബ്ലീസിന്റെ അസ്ത്രം തന്നെ പ്രശ്നം. അതിന്റെ മുനയിൽ ഇത്തിരി വിഷവും ചേർത്ത് വെച്ചാലോ അത് മാരകമാണ്. മൻ തറകഹാ മഖാഫതി, അതുകൊണ്ട് എന്നെ ഭയന്ന് ആര് ഇത്തരം നോട്ടങ്ങളെ ഇനംതിരിക്കുകയാണ്. ഇവിടെ കാഴ്ചയെ ഇനംതിരിക്കുന്നു. സമൂഹത്തിലേക്ക് തുറന്നു വെക്കുന്ന ജാലക കാഴ്ചക്ക് അതിരിടുന്നു ഇസ്ലാം. തുറസ്സായ കാഴ്ച, സ്വതന്ത്രമായ കാഴ്ച, സ്വതന്ത്രമായ നോട്ടം, അതാണ് ഈ സമൂഹത്തിന്റെ തെറ്റായ ക്രമം. അവിടെ കാഴ്ച വെട്ടത്തിന് ഒരു മറയിടുന്നു ഇസ്ലാം. അതുകൊണ്ട് മൻ തറകഹാ മഖാഫതി, എന്നെ ഭയന്നുകൊണ്ട് ആരെങ്കിലും ഈ നോട്ടത്തെ ഉപേക്ഷിച്ചാൽ അബ്ദൽതുഹു ഈമാന, അതിന് പകരമായി നാം അവന് വിശ്വാസമാണ് നൽകുക. അവന് ഈമാൻ പകരമായിട്ട് നൽകും. യജിദ് ഹലാവത്തുഹു ഫീ ഖൽബി, അതിന്റെ മധുരം അവന് അനുഭവിക്കാൻ കഴിയും. വിശ്വാസത്തിന്റെ മധുരം, ഹലാവത്തുൽ ഈമാൻ, വിശ്വാസത്തിന്റെ മാധുര്യം. ഒരു നോട്ടത്തിൽ ഒരു പെണ്ണ് ശ്രദ്ധയിൽപ്പെട്ടു, കണ്ണ് വെട്ടിച്ചു, നമ്മുടെ വഴിക്ക് പോയി. അത് ഈമാനിന്റെ മധുരം നൽകുന്ന ഒരു നിലപാടാണ്. ആ നോട്ടത്തിൽ നിന്ന് കണ്ണ് പതിക്കാതെ നിർത്തുന്നവൻ പിശാചിന്റെ അടുക്കലേക്ക് കൂറുമാറിയവനാ. അവനിപ്പോൾ ഹിസ്ബു ഷൈത്താനിൽ, പിശാചിന്റെ പാർട്ടിയില. അവന് ഹിസ്ബുല്ലയിലില്ല, അള്ളാഹുവിന്റെ പാർട്ടിയിലില്ല. ആ നോട്ടത്തെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു. ആ നോട്ടത്തിലൂടെ ആസ്വാദനത്തിന്റെ അനുഭൂതിയിലേക്ക് അവൻ വളർന്നു. എങ്കിൽ അവന്റെ മേൽ ഇപ്പോൾ പിശാചിന്റെ വിഷം പുരട്ടിയ അസ്ത്രം ഏറ്റിരിക്കുന്നു. ഇനി അവൻ ഒരിക്കലും ലഹരി വിടില്ല. അവൻ ചുഴിഞ്ഞു നോട്ടത്തിലൂടെ, കള്ളനോട്ടത്തിലൂടെ ഒരു സ്ത്രീയെ അനുഭവിക്കുന്ന വ്യഭിചാരിയാണ്. നോട്ടം അത്തരം ഒരു ദുരന്തമാണ് എന്ന് ഇത്ര കൃത്യമായി നിർണയിച്ച ഒരു ദർശനം വേറെയുണ്ടോ എന്ന് വിനയപുരസ്സരം നമ്മൾ പഠിക്കണം. നോട്ടത്തിന് അതിരുകളില്ലാത്ത പുതിയ കാലത്ത്, കാഴ്ചകൾ തൊട്ട് മുമ്പിൽ മിനി സ്ക്രീനിൽ അടിഞ്ഞാടുന്ന കാലത്ത്, ഈ കാഴ്ച തന്നെ നെറ്റിൽ സൈറ്റിൽ കിടപ്പറയിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കുന്ന പുതുകാലത്ത്, ഈ കാഴ്ച തന്നെ മൊബൈലിൽ കൊണ്ടു നടക്കുന്ന വൃത്തികെട്ട കാലത്ത് നോട്ടത്തെ കുറിച്ച് ഇസ്ലാമിന്റെ ഊന്നൽ പഠിക്കാതെ നമസ്കരിക്കേണ്ട കാര്യമില്ല എന്ന് ഈയുള്ളവൻ എന്നോട് പറയും. നിങ്ങൾക്ക് നിങ്ങളോട് പറയാം. ഇത്രയും കൃത്യമാണ് ഇസ്ലാമിന്റെ നിർണയം. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഇല്ലാതാവണം. അത്തരം സാഹചര്യം ഇല്ലാതാകുന്നിടത്ത് മാത്രമേ ധാർമ്മികമായ ഒരു സമൂഹം ഉണ്ടാകൂ. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശദാംശങ്ങൾ നൽകിയത് സൂറത്തുൻ നൂറിന്റെ അവതരണ പശ്ചാത്തലത്തിലാണ്. സൂറത്തുൻ നൂർ ധാർമ്മിക സദാചാര മേഖലയിലെ ഹലാല് ഹറാമുകളെ, അരുതായ്മകളെയും പാടില്ലകളെയും ഉൾപ്പെടെ പഠിപ്പിച്ച ഒരു അധ്യായമാണ്. അതിലെ 30ാമത് സൂക്തമാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. ഖുൽ, പ്രവാചകരെ അങ്ങ് പറഞ്ഞേക്കുക, ലിൽ മുഅ്മിനീന, വിശ്വാസികളായ പുരുഷന്മാരോട് പ്രത്യേകം എടുത്തു പറയുകയാണ്, യഗുല്ലൂ മിൻ അബ്സാരിഹിം, അവർ അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, ദൃഷ്ടികൾ താഴ്ത്തട്ടെ, വയഹ്ഫളൂ ഫുറൂജഹും, അവർ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ. ദൃഷ്ടികളെ നിയന്ത്രിക്കാതെ പുരുഷൻ മേഞ്ഞു നടന്നപ്പോൾ അവൻ സ്ത്രീ മേനിയുടെ പെണ്ണുടലിന്റെ മേച്ചിൽപ്പുറങ്ങളെ സ്വായത്തമാക്കി. അപ്പോൾ അവന് വാണിഭങ്ങൾ ഹരമായി. അവരുടെ മാന്യന്മാരും വൃത്തികേടുകൾ ചെയ്യാൻ തുടങ്ങി. അവിടെ ചാരിത്രം കൊഴിഞ്ഞുപോയി. അങ്ങനെ ചാരിത്രം പെണ്ണിന് മാത്രം ചാർത്തിക്കൊടുത്തു പുതിയ കപടലോകം.
ആ കപട ലോകത്തിന്റെ തത്വശാസ്ത്രം ഇസ്ലാമിന്റെ ആളുകളും ഏറ്റെടുത്തു. അതുകൊണ്ട് ആണ് വ്യഭിചരിച്ചാലും കുഴപ്പമില്ല, പെണ്ണ് വ്യഭിചരിക്കാൻ പോകരുത് എന്ന് മുസ്ലിം സമുദായം തത്വമായി കൊണ്ടു നടന്നു. ഇതാണ് ഈ സമുദായത്തിന് പറ്റിയ കുഴപ്പം. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ നോട്ടത്തെക്കുറിച്ച് പറഞ്ഞ ഉടനെ വ്യഭിചാരത്തെക്കുറിച്ച്, ചാരിത്രത്തെക്കുറിച്ച് ഖുർആനിന്റെ ക്രമമാണ്. ഇത് പറയാതിരിക്കാൻ നമുക്ക് എങ്ങനെ പറ്റും? ഇത്ര കൃത്യമായ ഒരു ലിങ്കിങ്, ഇത്ര കൃത്യമായ ഒരു ശൃംഖലനം അള്ളാഹു നടത്തിയത് ബോധപൂർവമാണ്. കുല്ലിൽ മുഅ്മിനീന, വിശ്വാസികളായ പുരുഷന്മാരോട് പ്രവാചകരെ അങ്ങ് പറയുക, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവർ അവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ, ദൃഷ്ടികളെ നിയന്ത്രിക്കട്ടെ, വയഹ്ഫദൂ ഫുറൂജഹും, എങ്കിൽ അവർക്ക് അവരുടെ ചാരിത്രം കാത്തുസൂക്ഷിക്കാൻ കഴിയും. പുരുഷനുമുണ്ട് ചാരിത്രം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. പുരുഷനും വേണം ചാരിത്രം. അവനും പാതിവൃതനായിരിക്കണം, അവന്റെ ഭാര്യ പതിവൃതയായിരിക്കണം എന്നതുപോലെ ഇത്രയും കൃത്യമായിട്ട് പഠിപ്പിച്ചു ഇസ്ലാം. അതുകൊണ്ട് കണ്ണുകൾ താഴ്ത്തട്ടെ പുരുഷന്മാർ, അങ്ങനെ അവർ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ. അഥവാ കണ്ണുകളെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ചാരിത്രം ചോർന്നു പോകുമെന്നാണ് പഠിപ്പിച്ചത്. അഥവാ കണ്ണുകളെ നിയന്ത്രിക്കാത്ത, ഈ സാഹചര്യങ്ങളെ, തിന്മയിലേക്ക് പോയി പോകുന്ന സാഹചര്യങ്ങളെ തടയാത്ത ഒരു ക്രമത്തിൽ വ്യഭിചാരം എന്ന വൃത്തികേട് നടക്കും എന്ന് ഖുർആൻ. അതുകൊണ്ട് സാഹചര്യങ്ങളെ തടയണം, സാഹചര്യങ്ങൾ ഇല്ലാതാവണം, സാഹചര്യങ്ങളെ ഇല്ലാതാക്കണം. അവിടെയാണ് ഇസ്ലാമിന്റെ ഊന്നൽ. അങ്ങനെ കണ്ണുകളെ നിയന്ത്രിച്ചാൽ അവർക്ക് ചാരിത്രം കാത്തുസൂക്ഷിക്കാം. അതാണ് അവരുടെ തസ്കിയത്ത്. എത്ര സുന്ദരമാണ്! തസ്കിയ നേടിയവനാണ് വിജയിച്ചവൻ എന്ന് ഖുർആൻ. ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആത്മവിശുദ്ധി ആർച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, തസ്കിയ നേടാത്തവൻ, തസ്കിയ നേടിയവൻ ആത്മാവിനെ മലിനപ്പെടുത്തി പരാജയപ്പെട്ടു. ജയപരാജയങ്ങൾ സംസ്കൃതിയുടെ അടിസ്ഥാനത്തിലാണ്, നിസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാവില്ല. പുതിയ കാലഘട്ടം വെച്ച് പറഞ്ഞാൽ പഴയ കാലത്ത് നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അന്നത്തെ നമസ്കാരം മനുഷ്യൻ നിയന്ത്രിക്കുന്ന നമസ്കാരം, ഇന്നത്തെ നമസ്കാരം സകല നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞാലും ക്രമപ്രവൃത്തമായി നടക്കുന്ന ചടങ്ങാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. അതിനപ്പുറത്ത് വിശദീകരിക്കാൻ ഈ ഉള്ളവന് കെൽപ്പില്ല. പഴയ കാലത്ത് നമസ്കാരം മനുഷ്യനെ മാറ്റി നമസ്കാരമാണ്. പുതിയ കാലത്ത് നമസ്കാരം എല്ലാ വൃത്തികേടിനും മറയായിട്ട് മാറിയ ചടങ്ങാണ്. നമസ്കരിക്കുന്നവർക്ക് മഹാനാശം. അവനവൻ നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നിൽ ഉണ്ടാകേണ്ടുന്ന മാറ്റങ്ങളെ കുറിച്ച് മറന്നുപോയവർ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവർ. മഹാനാശത്തിന് കാരണമായി നമസ്കാരം പോലും വഹിച്ച കാലം, അത്രയും ദുരന്ത കാലത്താണ് സഹോദരി സഹോദരന്മാരെ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർ തസ്കിയ, ആത്മവിശുദ്ധി നേടാനുള്ള മാർഗം കണ്ണുകളെ നിയന്ത്രിക്കല. അതവർ ചാരിത്രം കാത്തുസൂക്ഷിക്കാൻ ഇടയാകും. അതവർക്ക് തസ്കിയ നേടിക്കൊടുക്കും. അത് മുഖേന അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിജയിക്കും. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്ന തമ്പുരാനാണ് നിങ്ങളുടെ നാഥൻ. നമസ്കാരം കൊണ്ട് നിങ്ങളെ തൽക്കാലം നാഥൻ വെറുതെ വിടും. അതുകൊണ്ട് നിസ്കരിച്ച് പുറത്തിറങ്ങിയാൽ എങ്ങനെയും ആവാം എന്ന് നിങ്ങൾ വെക്കണ്ട എന്നാണ് അതിന്റെ പുതുകാലഘട്ടത്തിന്റെ ഭാഷ. സൂറത്തുൽ നൂറിലെ തൊട്ടടുത്ത സൂക്തം 31-ാമത് ആയത്ത്. ഇതേപോലെ സ്ത്രീകളെ വിളിച്ച് വകുല്ലിൽ മുഅ്മിനാത്ത്, പ്രവാചകരെ വിശ്വാസിനികളായ പെണ്ണുങ്ങളോടും പറയും. സ്ത്രീകളെയും പുരുഷന്മാരെയും വേറെ വേറെ അഭിസംബോധന ചെയ്യുന്ന അപൂർവ അവസരങ്ങളിൽ ഒന്നാണ് സൂറത്തുൽ നൂറിലെ ഈ 2 സൂക്തങ്ങൾ. എല്ലാ നിയമങ്ങളും പൊതുവെ പറഞ്ഞാൽ മതി ഇസ്ലാമിൽ. അങ്ങനെയാണ് പറയുക. അവിടെ ആൺ പെൺ വ്യത്യാസമില്ല. ആബാലവൃദ്ധം സമൂഹത്തെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ വിധി പൊതുസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന അറബി ഭാഷയുടെ വ്യാകരണ രീതിയാണ്. മുദക്കറിന്റെ സീഗയാണ് പ്രയോഗിക്കുക, അഥവാ പുല്ലിംഗത്തിന്റെ ശൈലി. അതുകൊണ്ട് അഖീമുസ്സല എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും എല്ലാവരും പെട്ടു, എല്ലാവരും 5 നേരം നിസ്കരിക്കണം എന്നാണ്. അവിടെ വേറെ വേറെ പറയേണ്ട കാര്യമില്ല. ഇസ്ലാമിലെ പൊതു നിയമങ്ങളെല്ലാം അങ്ങനെയാണ് പറയുക. പക്ഷെ ചില നിയമങ്ങളെ ആൺ പെൺ വേർതിരിച്ച് പറയും. കാരണം പിൽക്കാലത്ത് ആ വിഷയത്തിൽ ആണും പെണ്ണും വ്യത്യസ്തമായ നിലപാടിലേക്ക് എത്തുന്ന അവസ്ഥ സംഭവിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ടാണല്ലോ പെണ്ണിന് ചാരിത്രം വേണം, ആണിന്റെ ചാരിത്രം പ്രശ്നമല്ല എന്നിടത്തേക്ക് നമ്മൾ പോലും എത്തിയത്. അതുകൊണ്ട് തമ്പുരാൻ ആണിനെ പ്രത്യേകം പറഞ്ഞു, നിന്റെയും ചാരിത്രം പ്രശ്നം, നിന്റെ സ്വർഗം അതിനെ ആശ്രയിച്ചിരിക്കും, നിന്റെ തസ്കിയ അതിനെ ആശ്രയിച്ചിരിക്കും. പെണ്ണിന്റെ ചാരിത്രവും പ്രശ്നം. അതുകൊണ്ട് പെണ്ണിനെ വേറെ വിളിച്ചിട്ട് പറഞ്ഞു വകുല്ലിൽ മുഅ്മിനാത്ത്, പ്രവാചകരെ സ്ത്രീകളോട് പറയണം, വിശ്വാസിനികളായ പെണ്ണുങ്ങളോട് പറയണം, യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, അവരും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ, അവരും നോട്ടത്തിന് മറയിടട്ടെ.
അവരുടെ കാഴ്ചകൾക്ക് നിയന്ത്രണം വെക്കട്ടെ. അങ്ങനെ അവരും അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കട്ടെ. അവർ സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങരുത്. അവർ ശരീര സൗന്ദര്യം വെളിപ്പെടുത്തരുത്. മാന്യമായ ഇസ്ലാമിക വേഷം ധരിച്ചാൽ പ്രകടമാകുന്ന ഒഴികെ. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം മറക്കണമെന്ന ഒരുത്തിന് വേണമെങ്കിൽ മുഖവും മറപ്പിക്കാം, അത് അവന്റെ ഇഷ്ടമാണ്. അത് നിർബന്ധമായിട്ട് ഇവിടെ ഇസ്ലാം കൽപ്പിച്ചില്ല. ആ തർക്കം നമുക്ക് തൽക്കാലം വിട്ടേക്കാം. മാന്യമായിട്ട് മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം അവര് മറക്കട്ടെ. അങ്ങനെ മറച്ചിട്ടും ഒരു സ്ത്രീ പുറത്തിറങ്ങിയാൽ അങ്ങനെ പ്രകടമാകുന്ന ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഒരു മുഖവും മുൻകൈയും എന്നതാണ്. അത് ആ നിലക്ക് പ്രകടമാകുന്നത് പ്രകടമാകട്ടെ. അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കരുത്. അതിന് സ്വാഭാവികമായി ഒഴിവാകുന്നതല്ലാതെ. അവർ മുഖമക്കന ധരിക്കട്ടെ, തട്ടത്തിന്റെ താഴ്ഭാഗം മാർഗത്തിലൂടെ താഴ്ത്തിയിരട്ടെ. വിശുദ്ധ ഖുർആനിൽ സ്ത്രീകളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട് മദീനയിൽ ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് ആദ്യമായി കിട്ടിയ കൽപ്പന നിർദ്ദേശം ഉൾക്കൊള്ളുന്ന സൂക്തമാണ് സൂറത്തുൻ നൂറിലെ 31-ാം ആയത്ത്. മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മറക്കാൻ അങ്ങനെയാണ് ഹബീബിനോട് പഠിപ്പിച്ചത്. അതുവരെ അവർ സാധാരണ വേഷത്തിലായിരുന്നു. അപ്പോൾ ശരീര സൗന്ദര്യ പ്രദർശനം, കണ്ണുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവസരങ്ങൾ ഒരുക്കൽ, കണ്ണിന് കാഴ്ചവട്ടത്തിന് ഒരുപാട് സന്ദർഭങ്ങൾ ഒരുക്കി വെക്കൽ, അത് വേഷവിധാനവുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഈ കാഴ്ച തെറ്റായ വഴിക്ക് പോയാൽ ചാരിത്രം നഷ്ടപ്പെടുമെന്ന്. ചാരിത്രം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ വ്യഭിചാരം ഉൾപ്പെടെ പരക്കാൻ സ്ത്രീകളുടെ ശരീരത്തിന്റെ പ്രദർശനം കാരണമാകുമെന്ന്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെടുത്തിയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പെണ്ണ് മാന്യമായി വേഷവിധാനം ധരിക്കാതെ ഇറങ്ങി നടക്കുന്ന ഏതൊരു സമൂഹത്തിലും പ്രശ്നമുണ്ടാകുമെന്ന കാര്യം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ലേ? അത് ആര് പറഞ്ഞാലും ശരിയാ, അത് ഖുർആൻ പറഞ്ഞ വലിയ ശരിയാ. അതുകൊണ്ട് മാന്യമായിട്ട് വേഷം ധരിക്കണമെന്ന്, കാഴ്ചകളെ നിയന്ത്രിക്കണമെന്ന് അങ്ങനെയുള്ള നിർദ്ദേശം. ഹബീബ് അങ്ങനെയാണ് കൂടെയുള്ള കുഞ്ഞുങ്ങളെ വരെ വളർത്തിയത്. ഒരു സന്ദർഭം നിങ്ങൾ കേൾക്കുക. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജ്. ആ ഹജ്ജ് കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് മടങ്ങുകയാണ് മിനയിലേക്ക്. അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് രാത്രി താമസിച്ച് പിറ്റേന്ന് മിനയിലേക്ക് മടങ്ങുമ്പോ ഹബീബിന്റെ ഒട്ടകപ്പുറത്ത് ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്ന കൊച്ചു കൂട്ടുകാരനുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, കുട്ടിയാണ്, ടീനേജുകാരൻ. ഹബീബിന്റെ ഒട്ടകപ്പുറത്തിരിക്കുക, ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന് കൊച്ചുകുട്ടിയാണ്, ചെറുപ്പക്കാരൻ, ബാല്യകൗമാരത്തിന്റെ ഘട്ടം. അങ്ങനെ സ്ത്രീകൾ ഇങ്ങനെ ഹജ്ജിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ ഇങ്ങനെ കൂട്ടമായി നടന്നു പോകുന്നത് കണ്ടപ്പോ ഫദ്ൽ ഇബ്നു അബ്ബാസ് ഈ സ്ത്രീകളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. റസൂൽ അവന്റെ തല പിടിച്ചിങ്ങ് തിരിച്ചു പിടിച്ചു. എന്നിട്ട് ആ നോട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നാണ്. ഒരു കൊച്ചുകുട്ടിയെ കൂടെ കൊണ്ടു നടക്കുന്ന പിതാവ് അല്ലെങ്കിൽ പിതൃവ്യൻ സംസ്കാരം പഠിപ്പിക്കുകയാണ്. നോട്ടത്തെ നിയന്ത്രിക്കാൻ ഹജ്ജിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ മാന്യമായ വേഷത്തിലാണ്. ആർക്കാണ് സംശയം? അങ്ങനെ മാന്യമായ വേഷത്തിൽ ഹജ്ജിൽ പങ്കെടുക്കുന്ന സ്ത്രീകൾ കൂട്ടമായി മുസ്ദലിഫ വിട്ട് സുബഹ് നമസ്കാരം മിനയിലേക്ക് സഞ്ചരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് നബിയുടെ വയറിൽ പിടിച്ചു ഇരിക്കുന്ന ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്ന ടീനേജുകാരൻ ഈ സ്ത്രീകളുടെ യാത്ര കണ്ട് അത് നോക്കി നിൽക്കുമ്പോ മുഖം ഇങ്ങ് പിടിച്ച് തിരിച്ചിട്ട് ഹബീബ് അവനെ വേറൊരു ഭാഗത്തേക്ക് നോട്ടമാക്കിയിട്ട് യാത്ര തുടർന്നു എന്നാണ്. അതൊരു സംസ്കാരം പഠിപ്പിക്കല. സംസ്കാരം വീട്ടകത്തുനിന്ന് പഠിപ്പിക്കണം, അവിടെ നിന്നാണ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ നോട്ടത്തിന്റെ ഹലാല് ഹറാമുകൾ പഠിക്കാൻ കഴിയാത്ത വിധം കാഴ്ചവട്ടം വീട്ടകത്ത് തുറന്നു വെച്ചവർക്ക് തങ്ങളുടെ മക്കളെ ഇസ്ലാമിന്റെ മാർഗത്തിൽ നയിക്കാൻ കഴിയില്ല, അവർ നമസ്കരിക്കുന്നവരാണെങ്കിൽ പോലും. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് ഹബീബിന്റെ തർബിയത്താണ്, ഇതാണ് ഇസ്ലാമിന്റെ തർബിയത്ത്. അതുകൊണ്ട് കാഴ്ചവട്ടത്തിന്റെ അതിർവരമ്പുകൾ നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരാളും ഇസ്ലാമിക സംസ്കൃതിയിൽ നമ്മുടെ തലമുറയെ തുടർത്താം എന്ന് പുതുകാലത്ത് വിചാരിക്കരുത്. അതുകൊണ്ട് സകല തിന്മയിലും മുസ്ലിം സമുദായത്തിന്റെ പുതുതലമുറയിൽ ഉണ്ടായിപ്പോയത് നമുക്ക് നിലപാടില്ലാതെ പോയത് കൊണ്ടാണ്, ഇസ്ലാമിക നിലപാടില്ലാതെ പോയത് കൊണ്ടാണ്. അതാണ് നമ്മുടെ അടിസ്ഥാന പ്രശ്നം. അവിടെയാണ് നമ്മൾ ഇനി ഊന്നേണ്ടത്. കുടുംബത്തിലേക്ക് മുഖം തിരിച്ചു വെക്കണമെന്ന് ഈയുള്ളവൻ നിരന്തരമായി മിമ്പറിൽ പറഞ്ഞത് ഈ ഒരു വിനാശകാലത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കിയിട്ടാണ്. റസൂലുള്ളാഹി അങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിധമുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ആ നിയന്ത്രണങ്ങളിൽ വളരെ കൃത്യമായിട്ട് വീട്ടകത്ത് പോലും
ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മികതയുടെ മറ നീങ്ങരുത് എന്ന് പഠിപ്പിച്ചു. ഇസ്ലാം ഒരു മുറ പഠിപ്പിച്ചിട്ടുണ്ട് വീട്ടകത്ത് പോലും. കാഴ്ചവട്ടം അവിടെയും പ്രശ്നമാണ്. അതുകൊണ്ട് വീട്ടിൽ ഒന്നിച്ച് താമസിക്കുന്ന കുടുംബാദികൾക്കിടയിൽ പോലും മാന്യമായ വേഷവിധാനത്തോടുകൂടി സ്ത്രീകൾ പ്രത്യക്ഷപ്പെടണമെന്നും അവരും നോട്ടത്തിൽ നിയന്ത്രണം പാലിക്കണമെന്നും പഠിപ്പിച്ചത് വീട്ടകത്തെ ലൈംഗിക അരാജകത്വം ഗതികേടായി മാറിയ പുതിയ കാലഘട്ടത്തിൽ കൂടുതൽ പ്രസക്തമാണ്. അൽഹമു അൽ മൗത്ത്, അൽഹമു അൽ മൗത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഭർത്താവിന്റെ സഹോദരന്മാർ മരണമാണ്, ഭർത്തൃപിതാവും ഭർത്താവിന്റെ സഹോദരന്മാരും മരണമാണെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഒന്നിച്ച് താമസിക്കുന്ന ഒരു ക്രമത്തിനകത്ത് ഭർത്തൃ സഹോദരന്മാർ ഭർത്തൃപിതാവ് മരണമാണെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ്, ശ്രദ്ധിച്ചോളണം എന്നാണ്. ഭർത്തൃപിതാവും ഭർത്തൃ സഹോദരന്മാരുമായി ജീവിക്കുന്ന ജീവിതത്തിന്റെ ഉള്ളറ വർത്തമാനങ്ങൾ വീട്ടകത്തെ ലൈംഗിക അരാജകത്വത്തിന്റെ ഗതികേടിനെ കൃത്യമായി നിർണയിക്കുന്നു എങ്കിൽ കാഴ്ചവട്ടത്തിന് അവിടെയും നിയന്ത്രണം വേണമെന്ന്, വേഷവിധാനങ്ങൾക്ക് അവിടെയും സംസ്കാരം ഉണ്ടാവണമെന്ന്, അവിടെയും നമ്മൾ പടച്ചവനെ സൂക്ഷിക്കണമെന്ന്, ഇത്രയും കൃത്യമായി പുതുകാലഘട്ടത്തിലെ ദുരന്ത ഭൂമികയിൽ തെളിനീര് പോലെ പെയ്തിറങ്ങാൻ കഴിയുന്ന ഹബീബിന്റെ നിർദ്ദേശങ്ങളെ പഠന വിഷയമാക്കാൻ മുസ്ലിം സമുദായത്തിന് പോലും കഴിഞ്ഞുവോ എന്ന് നാം വേദനയോടെ ചിന്തിക്കണം. റസൂലുള്ളാഹി പിന്നെയും പറഞ്ഞു, ഷാഫി മദ്ഹബ് അതിനെ കൃത്യമായി വിശദീകരിച്ച് ഇമാം ഷാഫിയോട് എങ്ങനെ പറഞ്ഞിരിക്കുന്നു, സ്വന്തം മക്കളെ അവർക്ക് ഇതിനെ സേവനത്തിന്റെ ഭാഗമായിട്ടല്ലാതെ ആ കുഞ്ഞുമക്കളുടെ നഗ്നത ഉമ്മ പോലും നോക്കി കാണാൻ പാടില്ല എന്ന്. കുട്ടികളെ കുളിപ്പിക്കാം, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിന് സഹായിക്കാം, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സഹായിക്കാം, ഉമ്മക്ക് അതിന് ബാധ്യതയുണ്ട്. അത്തരം ഒരു ഘട്ടത്തിലല്ലാതെ, ഈ സേവനത്തിന്റെ മേഖലയല്ലാതെ ഉമ്മക്ക് പോലും മക്കളുടെ നഗ്നത ആസ്വദിക്കാനും നോക്കാനും പാടില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു എങ്കിൽ, നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് എഴുതി വെച്ചു എങ്കിൽ, നിങ്ങൾ അറിയണം പ്രശ്നത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്ന്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ മുതിർന്നു വരുന്ന മുറക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകി, കിടപ്പറയിൽ നിന്ന് അകറ്റണം. നിങ്ങൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വകാര്യതയിൽ അതേ മുറിക്കകത്ത് ഈ വളരുന്ന മകൾ ഉണ്ടാവൽ ഭംഗിയല്ല എങ്കിൽ നിങ്ങളുടെ കിടപ്പറ രഹസ്യങ്ങൾ ഈ മക്കൾ ഓരോന്ന് അറിയാൻ പാകമായി വരുന്ന ഘട്ടത്തിൽ അറിയുന്നത് ശരിയല്ല എന്ന് പഠിപ്പിച്ചു എങ്കിൽ, ആണും പെണ്ണും തുണി ഉരിഞ്ഞാടുന്ന കാഴ്ച മാതാപിതാക്കളും ഇത്തമാരും കൂടിയിരുന്ന് കൊച്ചുമക്കൾ കാണുന്ന ഒരു സംസ്കാരത്തിനകത്ത് ഇസ്ലാമിന് പ്രസക്തിയില്ല. ഇസ്ലാം കൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. നമ്മൾ ഈ രീതിയിലാണ് ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്നത് എങ്കിൽ, അതുകൊണ്ട് വീട്ടകത്തും വേണം ഒരു മറയും മുറയും. മാതാവും പിതാവും തമ്മിലെ എല്ലാ സ്വകാര്യതയും മക്കളോട് പങ്കുവെക്കാൻ കഴിയില്ല. ആങ്ങളെയും പെങ്ങളും നല്ല സ്നേഹത്തിൽ ആ ഒരു വീട്ടിൽ വളരുക. പക്ഷെ ആങ്ങൾക്ക് എല്ലാ സ്വകാര്യവും പെങ്ങളോട് പറയാൻ പറ്റില്ല, പെങ്ങൾക്ക് പെങ്ങളുടെ എല്ലാ സ്വകാര്യതയും ആങ്ങളുണ്ട് പങ്കുവെക്കാനും കഴിയില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ധർമ്മം. അതാണ് ഈ മുറ എന്ന് പറയുന്നത്. ആ മറ നീങ്ങിപ്പോയതാണ് പുതുകാലഘട്ടത്തിന്റെ ദുരന്തം. ഇവിടെ മറകളില്ല. റൂമുകൾക്ക് മതിലുകളുണ്ടെങ്കിലും വീടുകളുടെ ഓരോ മുറിക്കും വാതിലുണ്ടെങ്കിലും എന്തായിരിക്കും അകത്ത് നടക്കുക എന്ന് പുറത്തിരുന്ന് കാണാൻ സൗകര്യമുണ്ട്. അത് പച്ചയായിട്ട് ക്യാമറ വെക്കണമെന്നില്ല. ഇപ്പുറത്ത് തുറന്നു വെച്ച സ്ക്രീൻ അത് കാണാം, അപ്പുറത്തെ സൈറ്റിലും അത് കിട്ടും. അതുകൊണ്ട് മറയില്ലാത്ത ഒരു പുതുകാലമാണ്. വീട്ടകത്തും സ്വകാര്യതയില്ല. ഈ സ്വകാര്യത ആസ്വദിക്കുന്ന ഒരു മകൻ നാളെ ഉമ്മ കുളിക്കുമ്പോൾ കുളിമുറിയിൽ ക്യാമറ വെക്കും. അതതിന്റെ ദുരന്തത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അടുത്ത ഒരു ഘട്ടത്തിൽ ഉമ്മയുമായി വീഴ്ച നടത്തി CD ഇറക്കും. അത് മുസ്ലിം സമുദായത്തിന് ഇപ്പോൾ പതിവാ. അത്രയും പറഞ്ഞാൽ ധിക്കാരമായി പോകുമെങ്കിൽ സമൂഹത്തിലെ അവസ്ഥ പഠിക്കൂ. എന്നിട്ട് നിങ്ങൾ വർത്തമാനം പറയും. ഇത്രയും നശിച്ചു പോയ ഒരു സമുദായം ഇസ്ലാമിനെ ഏറ്റെടുക്കരുത്. അവരതിന് യോഗ്യരല്ല. ഹബീബിന്റെ ആണ്ടറുതിക്ക് നടത്തുന്ന ഉത്ബോധനം തൽക്കാലം നമുക്ക് നിർത്താം. നമുക്ക് ഈ വശത്തേക്ക് നമുക്ക് കണ്ടിരിക്കാം. എങ്കിൽ ഈ റബീഉൽ അവൽ ധന്യമാകും. അത്രയും നശിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദായത്തിന്റെ അകത്തളം. അതുകൊണ്ട് സാഹചര്യങ്ങളെ ഇല്ലാതാക്കണം. സാഹചര്യങ്ങളെ ഇല്ലാതാക്കിയാലേ നമുക്ക് ധർമ്മത്തെ പുൽകാൻ കഴിയൂ. ഇതാണ് ഹബീബിന്റെ മിഷൻ. രണ്ടാമത് വശം, ഹബീബിന്റെ ധർമ്മമാർഗത്തിൽ രണ്ടാമത് ഇനമതാണ് സദ്ദുദ്ദറായ, സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക. തിന്മയിലേക്ക് പോയി പോകാൻ, അധർമ്മത്തിലേക്ക് വഴി നടക്കാൻ
തെറ്റല്ലാതെ മനസ്സിലാക്കപ്പെടുന്ന രീതിയിലേക്ക് മനുഷ്യർ വളരാൻ കാരണമാകുന്ന, പുതുതലമുറ വളരാൻ കാരണമാകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഇല്ലാതാക്കണം. അപ്പോൾ ടിവിക്ക് നിയന്ത്രണം വേണ്ടി വരും. നെറ്റ് സംവിധാനം പൊതു ഇടത്തിലായിരിക്കണം. വീട്ടിൽ റൂമകത്ത് പാടില്ല. മക്കൾക്ക് മൊബൈൽ വേണോ വേണ്ട എന്ന് തീരുമാനിക്കണം. എന്തിനാണ് പെൺകുട്ടികൾക്കും ടീനേജുകാർക്കും ഒക്കെ മൊബൈൽ എന്നതൊരു ചർച്ചയാണ് പുതുകാലത്ത്. ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ട്. ചർച്ച നമ്മുടെ ഭാഗത്തു നിന്നല്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞില്ല കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത് എന്ന്, മറിച്ച് അന്യമതക്കാരൻ പറഞ്ഞപ്പോൾ ചർച്ചയായി. ചർച്ചയാക്കുന്നവർക്കും താല്പര്യമുണ്ട്. ചർച്ച നടത്തുന്ന പലരും ഒന്നാം നമ്പർ കാപാലികന്മാരാണ്. അവരാണ് സമൂഹത്തിന്റെ ധർമ്മബോധത്തെ തകർത്തത്. നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ, നമ്മുടെ വാർത്താ ചാനലുകൾ, വർത്തമാന പത്രങ്ങൾ, അവർ ചർച്ചയാക്കുന്നത് പോലും പൈശാചികയുടെ ഭാഗമാണ്. അവർക്ക് സമൂഹം നേരെ ഒഴുകണമെന്ന് താല്പര്യമില്ല. കാരണം അവർക്ക് പരസ്യം നൽകുന്ന വിപണന സംവിധാനങ്ങളെല്ലാം മനുഷ്യന്റെ അവസാനത്തെ ധാർമ്മികതയും ഇല്ലായ്മ ചെയ്യുന്ന കൂട്ടരാ. ആ പരസ്യം കൊണ്ട് അവർ നൽകുന്നത് അവർ തന്നെയാണ് പരസ്യ കമ്പനികളും. അതുകൊണ്ട് അവർക്ക് താല്പര്യമുണ്ട്. ആ താല്പര്യങ്ങൾ കേട്ട് അവന്റെ വർത്തമാനത്തിന് ശരിവെക്കുന്നവൻ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുകയാണ്. അതുകൊണ്ട് അറിയണം, ഇസ്ലാമിന് നിയന്ത്രണമുണ്ടെന്ന്, ഇസ്ലാമിന് നിർദ്ദേശമുണ്ടെന്ന്, ഇസ്ലാം കൃത്യമായ നിലപാടുണ്ട് ഈ വിഷയത്തിലെന്ന്. ആ നിലപാടിനെ വഹിച്ചറിയാൻ കഴിയാത്ത ഒരാളും ഇനി ഇസ്ലാമിന്റെ പേര് പറയരുത്, ഹബീബിന്റെ പേര് പറയരുത്. അതുകൊണ്ട് നമ്മൾ മാറ്റത്തിന് തയ്യാറാവണം. പുതുകാലഘട്ടത്തിലെ ദുരന്തത്തിൽ മുസ്ലിം സമുദായം മുഖം കുത്തി വീഴാതിരിക്കാൻ നാം ഒരു തടയണ കെട്ടിയേ മതിയാവും. അത് ഈ ദുരന്തത്തെ തിരിച്ചറിയലാണ്. അത് നമ്മുടെ വീട്ടകത്ത് വരെ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നല്ല തിരിച്ചറിവോടെ ഇസ്ലാമിന്റെ ക്രമത്തെ ജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് നാം സ്വയം ശുദ്ധീകരിക്കുക, വീട്ടകം ശുദ്ധീകരിക്കുക, വസ്ത്രധാരണത്തിലും നോട്ടത്തിലും നിയന്ത്രണം കൊണ്ടുവരിക. ഒരുപാട് ഇസ്ലാം സംസാരിക്കുന്ന വിഷയത്തിൽ ആ വിഷയങ്ങളെ വളരെ കൃത്യമായ പഠനത്തിന് വിഷയമാക്കി നടത്ത് നമുക്കൊരു നവോന്മേഷം ഉണ്ടായി വരും. അതൊരു പുതിയ നവോത്ഥാനവും അതൊരു പുതിയ ധാർമ്മികതയിലേക്കുള്ള ചുവടുവെപ്പുമായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ച ഈ കർമ്മമാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഉദവിയും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രപഞ്ചനാഥന്റെ കൽപ്പനാവിധികളെല്ലാം വിധി പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. റബീഉൽ അവ്വൽ പ്രമാണിച്ച് പാളയം ജമാഅത്ത് എല്ലാ വർഷവും നടത്തി വരാറുള്ള മീലാദ് പ്രഭാഷണ പരമ്പര ഈ വർഷം വൈവിധ്യമാർന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരാൽ അവരുടെ പ്രഭാഷണങ്ങളാൽ ഓർമ്മപ്പെടുത്തപ്പെട്ട ദിവസങ്ങളിൽ 13 മുതൽ 24 വരെ നമ്മുടെ പള്ളി അങ്കണത്തിൽ നടക്കുകയാണ്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതവും സന്ദേശവും സമൂഹത്തിന് മാതൃകയാകുന്നതിനുള്ള പ്രഭാഷണവും അവതരണവുമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനം. അതിനപ്പുറത്ത് അനിസ്ലാമിക ചുവയുള്ള ഒന്നും നമ്മുടെ ജമാഅത്തിന്റെ ശൈലിയല്ല. അതുകൊണ്ട് ഈ പ്രഭാഷണം മഗ്‌രിബ് മുതൽ ഇശാ വരെയുള്ള വേള ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുമാറ് നമ്മുടെ കുടുംബാംഗങ്ങളുമായി ഈ പ്രഭാഷണങ്ങളിൽ ഒത്തുചേർക്കണമെന്ന് വിനയപരിശ്രമം ഉണർത്തുന്നു. പ്രപഞ്ചനാഥൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അംഗീകരിക്കുമാറാവട്ടെ. ഇഹലോകത്ത് നല്ല പ്രതികരണങ്ങളും പരലോകത്ത് അർഹമായ പ്രതിഫലവും നൽകി അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. اللهم ارض عن الخلفاء الراشدين وامراء المرشدين عن ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعن نبيك حمزه والعباس وبقيه الصحابه والقرابه والتابعين كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا
ومحلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك.